ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. ഇരു ടീമുകളും ഇന്നലെ വൈകിട്ട് സ്റ്റേഡിയത്തിലെത്തി. അക്ഷയ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അക്ഷയ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ ആയോ? കാണികൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? നജ്മ, കാണികളെല്ലാം തന്നെ എത്തിത്തുടങ്ങി. ഉടൻ തന്നെ കാണികൾ മറ്റൊരു ഗേറ്റ് വഴിയാണ് പ്രവേശിക്കുന്നത്. ടീം എത്തുന്നത് മറ്റൊരു ഗേറ്റ് വഴിയാണ്. കാണികളൊക്കെ തന്നെ ഏറെക്കുറെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാ തരത്തിലും അതിന്റെ ഒരുക്കങ്ങൾ സജീവമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ ശ്രീലങ്കൻ ടീമും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോസ് ഇടാനാണുള്ളത്. ടോസ് 6:30 ഇടും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു വിവരം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ജമീമ റോഡ്രിഗസ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു വ്യക്തത ലഭ്യമായിട്ടില്ല. കാരണം ജമീമയ്ക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അത്തരത്തിൽ ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇന്നലെ അമോൽ മജുംദാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ജമീമ റോഡ്രിഗസിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും കളിക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ടീം ഉള്ളത്. ജമീമ ഇല്ലെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് മോഡലിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഷെഫാലി വർമ്മ എന്നൊരു ബാറ്റിംഗ് താരം, വെടിക്കെട്ട് ബാറ്റിംഗ് താരം തന്നെ അവിടെയുണ്ട്. അത്തരത്തിൽ മറ്റ് വാർത്തകൾ നോക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ പ്ലേയിങ് ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ദീപ്തി ശർമ്മ ചിലപ്പോഴേ കളിക്കൂ എന്ന തരത്തിൽ പോലും അഭ്യൂഹങ്ങളുണ്ട്. കാരണം ദീപ്തി ശർമ്മ കളിക്കാം എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതായത് ബൗളറായിട്ടുള്ള വൈഷ്ണവി ചിലപ്പോഴേ ഇന്നത്തെ കളിയിൽ കളിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. വൈഷ്ണവി മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദീപ്തി ശർമ്മ കളിക്കും. ഇന്നലെ ദീപ്തി ശർമ്മയെ കുറിച്ച് അമോൽ മജുംദാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദീപ്തി ശർമ്മ നിലവിൽ ഫിറ്റാണ്. അവരുടെ കായികക്ഷമതയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത്തരത്തിൽ കളിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഇന്നലെ അമോൽ മജുംദാർ പറയുകയുണ്ടായിരുന്നു. ആ കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്ലേയിങ് 11 വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇന്നതാണ്, ഇത്ര പേരാണ് കളിക്കുന്നത്, ഇത്ര ആൾക്കാർ ഇവരൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നമുക്ക് പ്ലേയിങ് 11 വന്നതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ ജമീമ റോഡ്രിഗസിന്റെ കാര്യത്തിലാണ് നമുക്ക് കാര്യമായ ഒരു അവ്യക്തതയുള്ളത്. കാരണം ഇന്നലെ കോച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ജമീമയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇതാണ് പറയാനുള്ളത്. മറ്റ് സ്മൃതി മന്ദാനയാണെന്നുണ്ടെങ്കിലും ഷെഫാലി വർമ്മയാണെന്നുണ്ടെങ്കിലും കാര്യമായി തന്നെ അവർ ഫോമിലാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ജമീമ റോഡ്രിഗസ് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ അത് ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഹർമൻപ്രീത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം, ലോകകപ്പ് നേടിയ സംഘം പരിപൂർണമായി തന്നെ ഫിറ്റാണ്. ടീം വളരെ ആത്മവിശ്വാസത്തിലാണുള്ളത്. ശ്രീലങ്കൻ ടീമിന്റെ കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 2 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റിട്ടുണ്ടെങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്കൻ ടീം. ചമാരി അട്ടപ്പട്ടുവിന്റെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കൻ ടീം അവര് ഇന്നലെ പരിശീലനം നടത്തിയിരുന്നു. കാര്യമായിട്ടുള്ള ഒരു അതൃപ്തി ചമാരി അട്ടപ്പട്ടു രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് പരിശീലനം നടത്താൻ കഴിഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്കാണ്. വൈകിട്ടത്തെ സാഹചര്യം എന്താണ്, സ്റ്റേഡിയത്തിലെ വൈകിട്ടത്തെ സാഹചര്യം എന്താണെന്നുള്ള തരത്തിലുള്ള കാര്യമായിട്ടുള്ള ഒരു അതൃപ്തി ചമാരി അട്ടപ്പട്ടു ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവരുടെ ബാറ്റിംഗ് നിര, മധ്യനിര ബാറ്റിംഗ് നിര മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യമായിട്ടുള്ള അവരുടെ വീക്ക് എവിടെയാണ്, അവരുടെ സ്ട്രോങ് എവിടെയാണ്, എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ടീമിൽ കാര്യമായിട്ടുള്ള ഒരു സംസാരം നടന്നിട്ടുണ്ട്. ആ തരത്തിൽ അവരതിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചമാരി അട്ടപ്പട്ടു ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരം